നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ഡോക്ടർ റാമിന്റെ റീ അറസ്റ്റിൽ തീരുമാനം അല്പസമയത്തിനകം. തലശ്ശേരി SC/ST സ്പെഷ്യൽ കോടതി ഉത്തരവിറക്കും. അറസ്റ്റിന്റെ കാരണങ്ങൾ പ്രതിയെ ബോധിപ്പിച്ചെന്ന് പ്രോസിക്യൂഷൻ. അറസ്റ്റ് ചെയ്യുന്നതിൽ എതിർപ്പില്ലെന്ന് പ്രതിഭാഗം. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, ഈ റീ അറസ്റ്റിനുള്ള നടപടിക്രമങ്ങൾ കോടതിയിൽ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എപ്പോഴത്തേക്ക് ഉത്തരവ് പുറത്തിറങ്ങും? നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. ഈ റീ അറസ്റ്റിൽ കോടതി ഉത്തരവ് വരുന്നതിന് മുൻപ് തന്നെ ഈ റാം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ റീ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉത്തരവ് ഏതാണ്ട് 3 മണിക്ക് ശേഷം തലശ്ശേരി SC/ST സ്പെഷ്യൽ കോടതി പറയുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ആ തീരുമാനം വരുന്നതിന് മുൻപ് തന്നെ റാം ഇവിടെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായിരിക്കുന്നു. സ്വാഭാവികമായും ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് കൃത്യമായി റാമിനെ ബോധ്യപ്പെടുത്തിയതിന് പിന്നാലെയാണ് റാം ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് എന്തിന് വേണ്ടിയാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്ന കാര്യം കൃത്യമായും ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള നോട്ടീസ് നൽകണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചട്ടം. ആ ചട്ടം കൃത്യമായി പാലിച്ചുകൊണ്ട് പോലീസ് നോട്ടീസ് റാമിന് നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നോട്ടീസ് ലഭിച്ചതിന് തൊട്ടു പിന്നാലെ കുടുംബസമേതം ഇവിടെ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് റാം എത്തുകയായിരുന്നു. അകത്ത് അദ്ദേഹം റാം കാത്തിരിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം അല്പസമയത്തിനകം ഇവിടെ എത്തുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം ആദ്യ ദിവസത്തെ അറസ്റ്റ് നടപടികൾ എന്തൊക്കെ ചെയ്തു അതുതന്നെ വീണ്ടും ചെയ്യേണ്ടതുണ്ട്. കാരണം കൃത്യമായി വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകണം. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കണം. തുടർ നടപടികളൊക്കെ ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് ഇന്ന് തന്നെ ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി വൈകുന്നേരത്തോടു കൂടി തലശ്ശേരി കോടതിയിൽ റാമിനെ ഹാജരാക്കാനാണ് ഏറ്റവും ഒടുവിൽ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് വലിയ വീഴ്ച പറ്റി, അല്ലെങ്കിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ തന്നെ വീഴ്ച സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആദ്യഘട്ട അറസ്റ്റുമായി ബന്ധപ്പെട്ട് വീണ്ടും അറസ്റ്റ് ചെയ്യാൻ അനുമതി വേണമെന്നാണ് പ്രോസിക്യൂഷൻ ഇന്ന് തലശ്ശേരി കോടതിയിൽ വാദം നടക്കുന്ന സമയത്ത് പറഞ്ഞത്. വീഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനെ, അതായത് ക്രൈംബ്രാഞ്ച് DYSPയെ നേരിട്ട് തലശ്ശേരി കോടതിയിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. അതേസമയം അറസ്റ്റിൻ്റെ കാരണം വാക്കാൽ പ്രതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ സുധീർ കല്ലൻ പറഞ്ഞത്. പക്ഷേ അത് അങ്ങനെ പോരാ, കൃത്യമായി എഴുതി തന്നെ അറിയിക്കണമെന്നൊരു നിർദ്ദേശം കോടതി പറയുകയും ചെയ്തു. ഏതായാലും സുപ്രീം കോടതി ഇന്ന് ആ കേസ് പരിഗണിക്കുന്നുണ്ട്. ആ കേസ് പരിഗണിക്കുന്നതിന് ശേഷം ഈ വകുപ്പ് തല നടപടിക്കടക്കം ഒരുപക്ഷെ ശുപാർശ ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. നിലിമ. ശരി, മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശബരിമല